പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചവ്വരി പായസമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഇവിടെ ചെറിയ ചവ്വരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പായസത്തിന് എപ്പോഴും എനിക്കിഷ്ടം ഇതുപോലുള്ള ചെറിയ ചവ്വരിയാണ്. അതൊരു 2 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി പാനിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കശുവണ്ടി നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരി ഒരു 1/2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർക്കാം. ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ പായസം ഇരിക്കുക. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചവ്വരിയുടെ അളവ് കൂട്ടാം. ഇതിലേക്ക് ഒരു 2 നുള്ള് കുങ്കുമപ്പൂവും കൂടെ ചേർക്കാം. ഈ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ ഈ ചവ്വരി പായസത്തിന് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചവ്വരിയാണ് നമ്മൾ എടുത്തത്. അത് വെള്ളത്തിൽ കുതിർത്തൂടെ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. പഞ്ചസാര കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ആ കുങ്കുമപ്പൂവിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ ആ പാലിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമ്മുടെ ഈ ചവ്വരി പായസം. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ചവ്വരി പായസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്